അസ്സലാമു എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എനിക്കിന്ന് ട്രിപ്പ് വന്നത് കുറച്ച് വലിയ വണ്ടിയിൽ. അപ്പോൾ ഇന്ന് എനിക്കിന്ന് മടിക്കേരി ലോക്കൽ ചെയ്യാനുണ്ടായിരുന്നത്. ലോക്കൽ ഇപ്പോൾ ക്യാൻസൽ. ഒരു മിനിറ്റ്, ഞാൻ ലൈറ്റ് ഇട്ടോളാം. അപ്പോൾ ലോക്കൽ ക്യാൻസൽ ആയിട്ട് അത് ലേറ്റാവും. ദുബാരെ എലിഫൻറ്റ് ക്യാമ്പ് അതെല്ലാം നിങ്ങൾ കാണിച്ച പ്ലേസ്. പിന്നെ ഇവിടുന്ന് കുശൽ നഗർ എല്ലാ സൈഡ് സീനും. ഇത് വണ്ടിയിട്ട് കിട്ടി. ഓക്കെ, ഇൻഷാല്ല കാണിച്ചു തരാം. ബൈ. ഇത് മുഞ്ഞാന്ന് എൻ്റെ ഇന്നോവ ഇല്ല, ഞാൻ അതേ കമ്പനീൻ്റെത്, അതേ കമ്പനീൻ്റെ വണ്ടി നോക്കട്ടെ. അപ്പോൾ ഗൈസ് പോന്നേണ്ട്. ഇതിൽ മുമ്പത്തണക്ക് ഫ്രണ്ടിൻ്റെ കാണിച്ചിട്ട് തരാൻ കുറച്ച് കഷ്ടമാവും. വോയിസ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് അറിയില്ല. ഇതിൽ ഫ്രണ്ട് നല്ല മജായിട്ട് കാണുന്നല്ലേ അല്ലേ? ഹൈറ്റായിട്ട് നല്ല മജായിട്ട് കാണുന്നില്ലേ? മാത്രം വോയിസ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് അറിയില്ല. ഓക്കെ, നെക്സ്റ്റ് കാണിച്ചു തരാം. ഞാൻ ഉള്ളെല്ലാം ഉണ്ട്. നല്ല സബ് ഓഫർ എല്ലാ സിസ്റ്റമും ഉണ്ട്. എനിക്ക് 7 മണിക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് പിക്കപ്പ് ഉണ്ടായേ. 7:30 മണി ഓറെ കാണാത്തത് കൊണ്ട് അങ്ങോട്ടേക്ക് വിളിച്ച് കോൾ ചെയ്ത്. ഞാൻ കോൾ ചെയ്യുമ്പോൾ പറഞ്ഞ് ഒരു രാവിലെ 4 മണിക്ക് ബസ് സ്റ്റാൻഡിലൊക്കെ എത്തിയിട്ട് പിന്നെ ഹോം സ്റ്റേ FMC കോളേജിൻ്റെ അടുത്തുള്ള ഒരു ഹോം സ്റ്റേയിലുണ്ട്. അവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്, മുള്ളിയ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ട്. അടുത്തേക്ക് പോകാൻ പറഞ്ഞ്. ഗസ്റ്റ് എല്ലാം ആടെ ഉണ്ട്. 10 പേർ ഇരിക്കണം. ഒരു 10 ആളെന്തോ ഉണ്ട്. ഡയറക്റ്റ് കുശൽ നഗർ ദുബാരെ എലിഫൻറ്റ് ക്യാമ്പ് പോകും. ഇതാണ് നമ്മളെ ഇന്നത്തെ വണ്ടി. നിങ്ങൾക്ക് ഉള്ളെല്ലാം കാണിച്ചു തരാം. ഞാൻ വണ്ടീൻ്റെ എല്ലാം മജമുണ്ട്. ഇതാണ് നമ്മുടെ FE കമ്പനീൻ്റെത്, FE ട്രാവൽസിൻ്റെത്. വണ്ടി ലോക്ക് ലൈറ്റെല്ലാം ഓഫ് ചെയ്ത്. രാവിലെ അല്ലേ, ഇത് ക്ലിയർ ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്. നോക്കട്ടെ. അപ്പോൾ ബാക്കിൽ ഇത് ഫുള്ളായിട്ട് കാണിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ, ഈ വണ്ടി കാണിച്ചിട്ടില്ലല്ലേ, ഇങ്ങനത്തെ സെയിം നമ്മളെ കൊടക് മടിക്കേരിയിൽ സെയിം 2 വണ്ടി ഉണ്ട്. ഇങ്ങനത്തത് സെയിം 2 വണ്ടി. ഇങ്ങനെ ഗൈസ് ദുബാരെ എത്തി. ദുബാരെ എലിഫൻറ്റ് ക്യാമ്പ് കാണിച്ചര. ഇന്ന് ചെയ്യാനല്ല ഭയങ്കര കഷ്ടം. അപ്പോൾ ഇതാണ് എൻ്റെ വണ്ടി, ഇന്നത്തെ എൻ്റെ ട്രിപ്പിൻ്റെ വണ്ടി. ഇതാണ് ഫുള്ള് പറയുന്നത്. ഞാൻ എത്ര പെട്ടെന്ന് വന്നിന്, ആരും ഉണ്ടാവില്ല എന്നിരിച്ചേ. ഫുള്ളാളുണ്ട്. ഞാൻ ഹോട്ടലിലൊക്കെ വന്നിട്ട് ഈ സാധനം വാങ്ങി. റൈസ് ബാത്ത്. ക്യാമറയുടെ ഞാൻ നോക്കുന്നപ്പോഴത്തെ ചിക്ലി ഹോളെ ഡാം. ഇത് നിങ്ങൾക്ക് കാണിച്ചിട്ടില്ല, ഇതിനായിട്ട് മുമ്പ് കാണിച്ചിട്ടില്ല. അപ്പോൾ ഗസ്റ്റ് പോയി. ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് ചിക്ലി ഹോളെ ഡാമിലേക്ക് പോയിട്ടുണ്ട്. പറഞ്ഞതോറ് അത് കുറച്ച് ദൂരം, പിന്നെ അത് സ്കിപ്പ് ചെയ്തിട്ട് പിന്നെ ഞാൻ ഇവിടത്തേക്കാക്കി. പക്ഷേ ഇവിടെ വന്നിട്ടാകുമ്പോൾ വെള്ളം തണ്ണി കുറവ് ഈ ഡാമിൽ. ഇതാണ് ഞാൻ ഇതിൻ്റെ ഫോട്ടോയുടെ സൈഡിൽ നിങ്ങൾക്ക് ഇട്ടിട്ട് തരാം. ഫുള്ള് വെള്ളം ഉണ്ടാകുമ്പോൾ എങ്ങനെ ഉണ്ടാകുന്നു. ಇದಕ್ಕೇನಲ್ಲ ಕ್ಲೋಸಾ ಅಂಗಡಿ ಎಲ್ಲ ಜನ ಇಲ್ಲ? ಈಗ ಒಂದು 4 ದಿವಸ ಇರ್ತಾರೆ. ಅಯ್ಯೋ, ಈ ಸೀಸನ್ ಟೈಮಲ್ಲಿ ಎಲ್ಲ ಇರ್ತದೆ. 1 2 3 4 5 ಅದೇ ಇರ್ತದೆ ಅಲ್ಲ. ನಾ ಡೈಲಿ ಬರ್ತೇನಲ್ಲ, ಆದರೆ ಇವರು ಯಾಕೆ ಇಲ್ಲ ಅಂತ ನೋಡಿ. ಇದೆಂತ ಕ್ಯಾಮರಕ್ಕೇನ?
ಅಲ್ಲ ಅದು ಇದು ಸ್ಯಾಟಲೈಟ್ ಅದಂದ್ರೆ ಭೂಕಂಪ ಆಗೋದು ಮತ್ತೆ ಮಳೆ ನೀರು ಗೇಜಿಂಗು ಮತ್ತೆ ಇದು ವಾತಾವರಣ. ಓ ಅದು ಗೊತ್ತಾ. ಆಫೀಸು ಅದರದ್ದು ಡೈರೆಕ್ಟ್ ಮೈಸೂರಿಗೇನಾ? ಇಲ್ಲಿ ಹಾಕಿರೋದು ಅಷ್ಟೇ ಅಲ್ಲ? അത് ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് അല്ലേ അത്? ഇതാണ് നമ്മളെ വെതർ അറിയാൻ വേണ്ടിയിട്ട്. ഇത് ഫുള്ള് വെള്ളമുണ്ട് അന്നിടത്തോളം ഈ കാണുന്നത് വരെ വെള്ളം എന്ന് പറയുന്നത്. ഇതിൽ ഞങ്ങൾക്ക് കന്നഡ അറിയുന്നവർ കന്നഡ വായിച്ചോളിയുടെ ഉണ്ട്. ಕಾವೇರಿ ನೀರು ಅಪಾಯ ಡೇಂಜರ್, ಮೊಸಳೆ ಇದೆ ಎಚ್ಚರಿಕೆ, ಕೆಳಗೆ ಇಳಿಯಬಾರದು. ഇതെല്ലാം ഫുള്ള് വെള്ളം ഉണ്ടായിരുന്നു. ഞാൻ അപ്പുറം പോകുന്നില്ല. അങ്ങോളുണ്ട്. അടിപൊളിയുണ്ട്. ഇത് എത്ര ദൂരം ഉണ്ടറിയോ? ഇതിൽ മൊസളയുണ്ട്. ഇതാണ് വെതർ അറിയുന്നത്. പുതിയ സാധനം ഞാൻ ഇന്ന് കണ്ടത്. ഞാൻ വരുന്നുണ്ട്, ആഴ്ചയിൽ ഒരു പ്രാവശ്യം എടുത്തൊക്കെ വരും. അപ്പോൾ ഓക്കെ ഗൈസ്, ഇനി നെക്സ്റ്റ് ഞാൻ പോകുന്നത് ഗോൾഡൻ ടെമ്പിൾ പോയിട്ട് അടുത്ത കാഴ്ചകൾ കണ്ടില്ല. ഗോൾഡൻ ടെമ്പിളിൻ്റെ ഉള്ളിൽ ഞാനും ഫാമിലി ആയിട്ട് ഒരു ദിവസം വന്നിട്ട് നിങ്ങൾക്ക് കാണിക്കാം. പുറമെ പാർക്കിങ്ങിൽ മാത്രം, വേറെ അടുത്ത് പോകുന്നില്ല. അങ്ങനെ ഗോൾഡൻ ടെമ്പിളിലേക്ക് വന്നു. ഗോൾഡൻ ടെമ്പിൾ വന്ന് ഭയങ്കര റഷ്യുടെ. ഞാൻ എൻ്റെ വണ്ടി ഇവിടെ പാർക്കിങ് ചെയ്ത്, പാർക്കിങ് കിട്ടുന്നില്ല എനിക്ക്. പാർക്കിട്ട് ഗോൾഡൻ ടെമ്പിളിലേക്ക് വേറെ അയച്ചിട്ടുണ്ട്. ഇതാണ് ഗോൾഡൻ ടെമ്പിൾ ಎಂಟ್ರೆನ್ಸ್. അപ്പോൾ ഉള്ളിലേക്ക് ഞാൻ നെക്സ്റ്റ് പോയിട്ട് കാണിക്കാം. ಯಾವುದು ಹೋಗ್ಬೋದು. ಹಾಕಿದೆ ಅಲ್ಲಿ ಚಾರ್ಜ್ ಪಾರ್ಕಿಂಗ್ ಚಾರ್ಜ್ ಅಲ್ಲೇ ಕೊಟ್ಟರಾಯಿತು. എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല പാർക്കിങ്, അപ്പുറത്തെ എൻ്റെ മാമൂലി സൈഡ് ഉണ്ടല്ലോ, മുന്നാന്നല്ല ഞാൻ പാർക്കിങ് ചെയ്തേ. ആടെ പാർക്കിങ് ആടെ ഫുള്ളായിട്ട് ഞാൻ ഇടുക. ഇല്ലെങ്കിൽ എൻ്റെ മാമൂലി സ്ഥലത്ത് പിന്നെ വണ്ടി പോലത്തല്ലേ, വലിയ വണ്ടി, അതുകൊണ്ട് അവിടെ പാർക്കിങ് വെക്കാൻ കഴിയുന്നില്ല. ഫുള്ള് റഷ് ചെയ്യുന്നു, സീസൺ ടൈം അല്ലേ. പിന്നെ എൻ്റെ പോലെ തന്നെ ഫോറസ്റ്റിൻ്റെ TT കുറേ വണ്ടിയുണ്ട്, എല്ലാം വേറെ വേറെ നാട്ടിൽ നിന്ന് വന്നത്, എല്ലാം എൻക്വയറി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നിസർഗധാമ ബാംബോ ഫോറസ്റ്റ് വന്നേ. വണ്ടി പോവാതെ അവിടെ പാർക്കിംഗ് ആക്കി. ഫുള്ള് റഷ് തിരക്ക്. ഞാൻ ആ സൈഡ് എന്ത് ഉള്ളോട്ട് പോകുന്നില്ല, മുമ്പ് നിങ്ങൾക്ക് കാണിച്ചിന്, അത് കൊണ്ടുപോയിരുന്നില്ല. ഇതെല്ലാം ഫുഡിൻ്റെ ഏരിയ, KFCയും അതും ഇതും എല്ലാം ഉണ്ട്. ആ സൈഡ് ഞാൻ പോകുന്നില്ല, മുമ്പ് പോയത് കൊണ്ട്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നോക്കാം. ഞാൻ ഒരു കുപ്പി വെള്ളം എടുത്ത്, തണുത്ത വെള്ളം എടുത്ത് കഴിയുന്നില്ല, ഭയങ്കര താവാന്നുണ്ടെന്ന് അറിഞ്ഞിട്ട്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു. ബാക്കിയുള്ളത് നാളെ കാണിക്കാം ഇൻഷാ അല്ലാഹ്. ബൈ, എല്ലാവർക്കും ബൈ. ഇതാണ് എൻ്റെ ഗസ്റ്റ് ഇന്നത്തേത്. ഡ്രോപ്പ് ആയി. ഓക്കെ, അപ്പോൾ വേറെ ഡ്രോപ്പ് ആക്കിയിടെ ഇൻഷാ അല്ലാഹ്.